ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം ശങ്കരഭാഷ്യത്തോടുകൂടി പഠിക്കാനാണ് ഇരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നല്ലപോലെ ഗീതയെ അനുസന്ധാനം ചെയ്യുന്നവരുണ്ട്, അത്രയ്ക്ക് പരിചയപ്പെട്ടിട്ടില്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പരിചയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. ഗീത വേദസാരമാണ്. ഗീതയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉപോദ്ഘാത ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വ്യക്തമായി പറഞ്ഞു തരും, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥസാര സംഗ്രഹഭൂതം എന്ന്. ഇതം ഗീതാശാസ്ത്രം, ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥസാര സംഗ്രഹഭൂതം. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരസംഗ്രഹഭൂതമാണ്. സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്താണോ അതാണ്. ഇതിൽ പരം പറയേണ്ടതില്ല. ഇപ്പോൾ സമസ്ത വേദാർത്ഥസാര സംഗ്രഹഭൂതം എന്ന് പറയുമ്പോൾ വേദം അറിവാണ്. വിദ് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദശബ്ദം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സിദ്ധമാക്കാൻ കഴിയുക. വേറെ അർത്ഥങ്ങളുണ്ട്. വേദത്തിന് ലാഭമെന്ന അർത്ഥമുണ്ട്, വേദത്തിന് അസ്തിത്വം എന്നർത്ഥമുണ്ട്, വേദത്തിന് വിചാരണം എന്നർത്ഥമുണ്ട്, അനേക അർത്ഥങ്ങളുണ്ട്. എങ്കിലും ജ്ഞാനം എന്നുള്ള അർത്ഥമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അറിവാണ് വേദം. ഇപ്പം എന്തറിവ് എന്ന് ചോദിച്ചാൽ അറിയേണ്ടത് എന്തോ അത് എന്ന് മറുപടി. ഒന്നുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ എന്ന് മനുഷ്യൻ ആവിർഭവിച്ചോ അന്ന് മുതൽ തന്നെ ഈ പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമാണ്. നമ്മൾ കാണുന്ന ഓരോ പ്രതിഭാസവും അത് ചുറ്റുപാടിലാവട്ടെ, നമ്മൾ തന്നെ നിലകൊള്ളുന്ന ഈ ശരീരത്തിലാവട്ടെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ തന്നെ മനുഷ്യൻ്റെ ജിജ്ഞാസയെ തട്ടി ഉണർത്തുന്നതാണ്. എല്ലാം നിരീക്ഷിക്കുന്നവർക്ക്, അല്ലാത്തവർക്കൊന്നുമില്ല.
ജനനമായാലും മരണമായാലും അവയിലാണല്ലോ ആരംഭം അവസാനം. ഉദയമായാലും അസ്തമയമായാലും, ഇനി കാറ്റ് വീശുന്നതായാലും അഗ്നി ജ്വലിക്കുന്നതായാലും ജലമൊഴുകുന്നതായാലും എന്ന് വേണ്ട, ഈ പ്രപഞ്ചത്തിൽ ഏതൊരു പ്രതിഭാസത്തെ നമ്മൾ എടുക്കുകയാണെങ്കിലും അതൊക്കെ ചിന്തിക്കുന്നവന് വലിയ ചോദ്യങ്ങൾ ഉള്ളിൽ ഉണർത്തുന്നവയാണ്. എന്താണിത്? എന്തുകൊണ്ടിങ്ങനെ? എന്തുകൊണ്ടിങ്ങനെ? ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആര്? ഇങ്ങനെ അനേക മേഖലകളിൽ പിരിയാവുന്ന ചോദ്യങ്ങളെ എന്തെന്നും എന്തിനെന്നും എങ്ങനെയെന്നും നമുക്ക് 3 ശീർഷകങ്ങളിൽ പിരിക്കാം. എന്താണ് ഈ ജഗത്ത്? ഇതെന്തിനാണ്? ഇതെങ്ങനെയാണ്? ആരാണിത് ഉണ്ടാക്കിയത്? ആരാണ് നിയന്ത്രിക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ വരികയാണ്. അതുപോലെ ഞാനാര്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? ഈ ജഗത്തിലായാലും ഞാൻ എന്ന് പറയുന്ന എന്നിലായാലും എല്ലാം വ്യക്തമായി ഓരോ നിയമക്രമത്തിനനുസരിച്ച് നിയമിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരണുകണത്തിൻ്റെ സ്പന്ദനത്തിലായാലും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനത്തിലായാലും ഒരു നിയമക്രമം എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നുണ്ട്. ആ നിയമം എന്ത് എന്ന അന്വേഷണമാണല്ലോ വാസ്തവത്തിൽ ശാസ്ത്രം. അതുതന്നെയാണ് തത്വചിന്തയുടെയും മൂലം. ഇപ്പം എന്താണിത്? ആരാണിതിനെയൊക്കെ നിയമിക്കുന്നത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മനുഷ്യൻ ആവിർഭവിച്ച കാലം തൊട്ട് അവൻ്റെ കൂടപ്പുറപ്പാണ്. പലപ്പോഴും നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും, വേറെ പല നീക്കുപോക്കുകളിലും പെട്ട് പലതിൻ്റെ പിന്നാലെ ഓടി ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കും. എന്നാൽ ചിലർ കശ്ചിത് ധീര, ഏതോ ഒരു ധീരൻ എന്ന് പറഞ്ഞ പോലെ ചില ധീരന്മാർ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ നിയന്ത്രിച്ചവർ തങ്ങളുടെ ജീവിതത്തെ തന്നെ ഈ അന്വേഷണത്തിന് മാറ്റിവെച്ചു. അവരെയാണ് നമ്മൾ ഋഷിമാരെന്ന് പറയുക. നിരന്തരമായ അന്വേഷണത്തിലൂടെ, നിശിതങ്ങളായ അന്വേഷണങ്ങളിലൂടെ സത്യത്തെ ദർശിച്ചു. ആ സത്യദർശനത്തിൽ കൃതാർത്ഥരായി തീർന്നവർ മറ്റൊരു കാരണവുമില്ല, അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം, കാരുണ്യം കൊണ്ട് മാത്രം തങ്ങൾ നേടിയ അറിവിനെ ലോകത്തിന് പകർന്നു നൽകി. ഇങ്ങനെ കണ്ടെത്തിയവരെ, പകർന്നു നൽകിയവരെ നമ്മൾ ഋഷിമാരെന്ന് പറയും. ഋഷയോ സത്യദ്രഷ്ടാരഃ, ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ എന്നൊക്കെ അർത്ഥങ്ങൾ. സത്യത്തെ ദർശിച്ചവരാണ് ഋഷിമാർ, അതിനെ മന്ത്രങ്ങളാക്കി നിബന്ധിച്ച് ഉപദേശിച്ചവരാണ് ഋഷിമാർ. ഈ ഒരു ആത്യന്തികമായ ജ്ഞാനം
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും ഉണ്ടാക്കിയതല്ല. വേദം ആരും ഉണ്ടാക്കുന്നതല്ല, ഉള്ളതാണ്. ഉള്ളതിനെ മനുഷ്യൻ കണ്ടെത്തുകയാണ്. അജ്ഞാനാവരണം കൊണ്ട് മറയ്ക്കപ്പെട്ടതിനെ കണ്ടെത്തുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒന്നും ഇൻവെൻഷൻ ഇല്ല, ഒക്കെ ഡിസ്കവറിയാണ്. ആവരണം നീക്കി കണ്ടെത്തുന്നു, സത്യത്തെ കണ്ടെത്തുന്നു. ആത്യന്തികമായ സത്യം ഏകമാണെങ്കിലും ഋഷിമാരത് ഉപദേശിച്ചപ്പോൾ പല ഭാഷകളിലൂടെ, പല രീതികളിലൂടെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പല സങ്കേതങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഉപദേശിച്ചത്. അങ്ങനെ വരുമ്പോഴാണ് മന്ത്രഭേദങ്ങൾ വരുന്നത്, അഥവാ വേദങ്ങൾ വരുന്നത്. ആത്യന്തികമായ അറിവെന്ന അർത്ഥത്തിൽ വേദം മാത്രമാണ്, ഏകവചനമാണ്. പക്ഷേ ഉപദേശക്രമത്തിൽ വരുമ്പോൾ അത് വേദങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇതിൽ പദ്യാത്മകമായതിനാണ് നമ്മൾ ഋക്കെന്ന് പറയുക, ഗദ്യാത്മകമായതിനാണ് യജുസ്സെന്ന് പറയുക, ഗാനാത്മകമായതിനാണ് സാമമെന്ന് പറയുക. ഇതിൽ ഋക്ക് മാത്രം സമാഹരിക്കപ്പെട്ടത് ഋഗ്വേദമെന്നും യജുസ് മാത്രം സമാഹരിക്കപ്പെട്ടത് യജുർവേദമെന്നും സാമം മാത്രം സമാഹരിക്കപ്പെട്ടത് സാമവേദമെന്നുമൊക്കെ പ്രസിദ്ധം. ഈ 3 ലക്ഷണങ്ങളും ഉള്ളതായിട്ട് നമ്മൾ അഥർവത്തെയും കാണും. ഇങ്ങനെ 4 വിഭാഗങ്ങളിലായി അനേക ഋഷീശ്വരന്മാരുടെ വെളിപ്പെടുത്തലുകൾ. അവ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ 4 വിഭക്തങ്ങളായ ഭാഗങ്ങളിൽ ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അത്ര ആഴവും പരപ്പുള്ളവയാണ്. ദയവേത് 2 മിനിറ്റ് നിർത്തി വയ്ക്കാം. എല്ലാവരും ആരുടെങ്കിലും ഫോൺ ഓഫാക്കാണ്ടുണ്ടോ എന്ന് നോക്കാം. 2 മിനിറ്റ് നമുക്ക് നിർത്തി വയ്ക്കാം. കാരണം പൊതുവെ മനുഷ്യൻ വിചാരിക്കുന്നത് എനിക്ക് വിളി വരില്ല എന്നാണ്. അല്ലേ ആലോചിച്ച് നോക്കൂ. മുത്തശ്ശിക്ക് വന്നാലും, മുത്തശ്ശന് വന്നാലും, അമ്മയ്ക്ക് വന്നാലും, അച്ഛന് വന്നാലും, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ വന്നാലും ഓരോരുത്തരും വിചാരിക്കുന്നത് എനിക്കിപ്പോൾ വരില്ല എന്നാണ്. എപ്പോൾ വേണമെങ്കിൽ വരാം, ഏത് നിമിഷവും വിളി വരും എന്ന് കണക്കാക്കി ജീവിച്ചാൽ നല്ലതാണ്. ഇനി അടിക്കില്ലേ, വല്ലൊരു ഓഫാക്കിയെന്ന് വിചാരിക്കുക. ഈ നമ്മൾ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം പഠിക്കാനല്ല വേദാന്തം പഠിക്കണേ. അങ്ങനെയൊക്കെ നമുക്ക് കോളേജിൽ പോയി പഠിച്ചാൽ മതി. സംസ്കൃത കോളേജിൽ പോയിട്ട് സ്ഥലമായിട്ട് വേദാന്തം പഠിച്ചാൽ മതി. നമ്മൾ സത്സംഗത്തിൽ ഒത്തുചേർന്ന് ശാസ്ത്രം പഠിക്കുന്നത് മൊത്തം ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ചിട്ടയുടെ രൂപീകരണത്തിനാണ്. അത് ഓരോ പെരുമാറ്റത്തിലും കാണണം. അപ്പോൾ ആദ്യം വരുന്ന ആൾ ആദ്യം ഇരുന്നു, അപ്പോൾ പിന്നെ വരുന്ന പോലെ അവിടെ സീറ്റും വലിച്ചും ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. ആദ്യം വരുന്ന പില്ലാക്കിയിരിക്കും. അങ്ങനെ അതൊക്കെ ഒരു ചിട്ടയുടെ ഭാഗമൊക്കെ വേദാന്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എല്ലാം വ്യവഹാരം വഴിമുടക്കിയിരിക്കില്ല. അപ്പോൾ മറ്റൊരാൾക്ക് വിഷമമുണ്ടാവാത്ത മാതിരി ഒരു ചിട്ട, ഒരു അച്ചടക്കം എല്ലാത്തിലും സ്വാഭാവികമായിട്ട് കൈവരിക്കണം. ഒരു പറഞ്ഞ് ചെയ്യേണ്ടതല്ല, എല്ലാത്തിലും ഉണ്ടാവും. അതിനാണ് നമ്മൾ ഒത്തുചേർന്നിരുന്ന് പഠിക്കുന്നത്. സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ്, വ്യവഹാര രീതികൾ. മുമ്പ് ഇതൊന്നും വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് അമ്മമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛമ്മ ഉണ്ടാവും, മുത്തശ്ശി മുത്തശ്ശൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ കാണിച്ച് നമ്മളത് ശീലിച്ചിട്ടുണ്ട്. മുതിർന്നവരെന്തൊക്കെയോ മറന്നുപോയി, ചെറുപ്പക്കാർക്കോട്ട് കിട്ടിയിട്ടുമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. എങ്ങനെയാണ് മുതിർന്നവരൊക്കെ മറക്കണമെന്ന് അറിയില്ല. രണ്ടുമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ.
അതിരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഋഗ്, യജു, സാമ, അഥർവ ഭേദങ്ങളിൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ 4 വിഭാഗങ്ങളിലായിട്ട് അതിവിപുലമായ വേദരാശി നിലകൊള്ളുകയാണ്. ഇനി ഇപ്പറഞ്ഞ വേദങ്ങളുടെ തന്നെ അനുബന്ധമായിട്ട് ആയുർവേദവും ധനുർവേദവും സ്ഥപത്യവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവുമുണ്ട്. ഇവയിൽ ഓരോന്നിലും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഋഷിമാർ തന്നിട്ടുണ്ട്. ഈ വേദങ്ങൾക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ വേദാംഗങ്ങളുടെ സഹായം അനിവാര്യമാണ്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഈ 6 അംഗങ്ങളിലൂടെ വേണം അംഗീയായ വേദത്തെ മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ ഓരോ വിഭാഗത്തിലും ഋഷീശ്വരന്മാർ ആയിരക്കണക്കിനായ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും പറയുമ്പോഴത്തേക്ക് വേദമെന്ന 2 അക്ഷരം ഉച്ചരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു രാശിയാണ് അതെന്ന് നമുക്ക് മനസ്സിലാവും. അത് പൂർണ്ണമായിട്ട് പഠിക്കുക, ഉൾക്കൊള്ളുക അസാധ്യമാണ്. 1000 ജന്മം കൊണ്ടും നമുക്ക് വേദത്തിൻ്റെ ഒരു ഓരം എത്തി നോക്കാൻ പറ്റും തോന്നണില്ല. എന്നാൽ ഇതിൻ്റെ മുഴുവൻ സാരസംഗ്രഹമായിട്ട് എന്തെല്ലാം ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടോ വേദങ്ങളിൽ അഖിലവും, അവയുടെ മുഴുവൻ സാരസംഗ്രഹമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഗീത ശ്രദ്ധിച്ച് പഠിച്ചാൽ വേദം മുഴുവൻ പഠിച്ചതിന് തുല്യമായി എന്ന് പറയരുത്. പക്ഷെ വേദത്തിൻ്റെ സാരം മനസ്സിലാക്കും എന്നർത്ഥം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഗീത പഠിച്ചാൽ വേദം പഠിച്ചതിന് തുല്യമായി എന്ന്. ഇല്ലേ ഇല്ല. വേദം പഠിച്ചാൽ ഉണ്ടോ, ആരതോ ഉണ്ടല്ലോ, ആരോ ഒരാളുടെ ഫോണുണ്ട്. ഗീത പഠിച്ചാൽ വേദം മുഴുവൻ പഠിച്ചതായില്ല. പക്ഷേ ഗീത മുഴുവൻ പഠിച്ചാൽ വേദത്തിൻ്റെ താല്പര്യം മനസ്സിലാവും, വേദത്തിൻ്റെ സാരം. ആ സാരം ഒന്നുകൂടി സംഗ്രഹിക്കപ്പെട്ടതാണ് വാസ്തവത്തിൽ ഭഗവത്ഗീത എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഗീതയുടെ ഉപക്രമത്തിൽ തന്നെ ഇദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞത്. ഇവിടെ അല്പം കൂടി സ്പഷ്ടമാക്കട്ടെ. നമുക്ക് അധികം വിശദീകരിക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം 5-ാം അധ്യായം കുറച്ചെങ്കിലും പഠിക്കണം. തീരും എന്നൊന്നും പറയണില്ല. ഈ നേരത്തെ സൂചിപ്പിച്ച വേദം സനാതനധർമ്മത്തിൻ്റെ മൂലമാണ്, ആത്യന്തികമായ ജ്ഞാനഭണ്ഡാരമാണ്. എങ്കിൽ തന്നെ 100 കൂട്ടം വ്യവഹാരങ്ങളുമായി അതിൻ്റെ ഒരു ഉപാംഗമായി പഠിക്കാൻ പ്രവേശിക്കുന്നവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതാണ്. അതിനായി ജീവിതം സമർപ്പിച്ച് സൂക്ഷ്മമായ അന്വേഷണ മാർഗത്തിലൂടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവർക്ക് വേദം മനസ്സിലാക്കാൻ കഴിയും, അല്ലാത്തവർക്ക് കഴിയില്ല. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂലം വേദമാണെന്ന് പറയുക, അത് ഉൾക്കൊള്ളാൻ വളരെ ക്ലേശമാണെന്നും പറയുക. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനസാമാന്യം വേദം അറിയാത്തവരായിരിക്കില്ലേ? അങ്ങനെ അറിയാത്തവരായിരുന്നാൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒക്കെ പ്രസരിക്കില്ലേ? ഇവിടെയാണ് വേദത്തെ ജനസാമാന്യത്തിൽ എത്തിക്കാനുള്ള മാർഗം ഋഷിമാർ ആവിഷ്കരിച്ചത്. അതാണ് ഇതിഹാസ പുരാണങ്ങളുടെ രചന. വേദത്തിൻ്റെ രചന നമ്മൾ പറയുന്നില്ല, വേദമന്ത്രങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിഹാസ പുരാണങ്ങൾ രചിക്കപ്പെടുന്നവയാണ്. എന്തിനു വേണ്ടി? വേദതത്വങ്ങളെ ജനസാമാന്യത്തിന് മനസ്സിലാക്കിക്കാൻ വേണ്ടി.
അത് ഭഗവാൻ വേദവ്യാസൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്ന്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ല പോലെ വിശദീകരിക്കണം എന്ന്. ഇല്ലെങ്കിലുള്ള ദോഷവും പറഞ്ഞു തന്നിട്ടുണ്ട്. ബിഭേത്തി അല്പശ്രുതാത് വേദ അയം മാം പ്രഹരിഷ്യതി. അല്പശ്രുതനിൽ നിന്ന് വേദത്തിന് പേടിയാവുകയാണ്, ഇയാൾ എന്നെ കൊല്ലുമല്ലോ എന്ന്. അപ്പം ജനസാമാന്യത്തിനിടയ്ക്ക് വേദത്തെ പ്രസരിപ്പിക്കാൻ വേണ്ടി ജീവചരിത്രങ്ങളുടെ സഹായത്തോടുകൂടെ ഇതിഹാസങ്ങളിലൂടെയും കഥകളുടെ സഹായത്തോടുകൂടെ പുരാണങ്ങളിലൂടെയും വിശദീകരിക്കൂ. അങ്ങനെയാണ് നമുക്ക് ആദ്യ ഇതിഹാസമായ രാമായണവും ലോകത്തിൽ ഇന്നും മഹാത്ഭുതമായി വിലസുന്ന മഹാഭാരതവും, രണ്ട് ഇതിഹാസങ്ങൾ. അതുപോലെ 18 മഹാപുരാണങ്ങൾ. അപ്പം ചേർക്കുമ്പോഴത്തേക്ക് 8 ലക്ഷത്തിലധികം വരും ശ്ലോകസംഖ്യ. ഈ ബൃഹത്തായ വാങ്മയം വന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലാക്കുക. ഇവ തമ്മിലുള്ള സാമ്യം എന്നുള്ളത് രണ്ടും വേദവിശദീകരണത്തിനായിക്കൊണ്ടാണ്. അതാണ്. ഒന്ന് ജീവചരിത്ര പ്രധാനമാണ്, രണ്ട് കഥാപ്രധാനമാണ്. അപ്പം ജീവചരിത്ര പ്രധാനമാണെന്ന് പറഞ്ഞതുകൊണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലുള്ള മുഴുവൻ ചരിത്രമാണെന്ന് മനസ്സിലാക്കരുത്. അതിൽ കഥാംശങ്ങൾ കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിലുള്ളത് മുഴുവൻ കഥയെന്ന് മനസ്സിലാക്കരുത്. അതിൽ ജീവചരിത്രങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഥാപ്രധാനമാണ് പുരാണം, ചരിത്രപ്രധാനമാണ് ഇതിഹാസം. ഇതാണ് പ്രധാന വ്യത്യാസം. വേറെയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പുരാണം എന്ന് പറയപ്പെടണമെങ്കിൽ ലക്ഷണം വേണം. ഒക്കെ പിന്നെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചർച്ചകളിലൂടെ കൊണ്ടുവരാം. നമുക്ക് ലക്ഷണയുക്തമായാലേ പുരാണമുള്ളൂ. ഇരിക്കട്ടെ. ഈ വേദവിശദീകരണാർത്ഥമുള്ള ഇതിഹാസത്തിൽ, മഹാഭാരതത്തിൽ മൊത്തം 18 പർവ്വങ്ങളുള്ളതിൽ 6ാമത്തെ പർവ്വമാണ് ഭീഷ്മപർവം. ഭീഷ്മരുടെ നേതൃത്വത്തിൽ യുദ്ധം നടന്ന ആദ്യത്തെ 10 ദിവസത്തെ ആഖ്യാനങ്ങളാണ് ഈ ഭീഷ്മപർവത്തിലുള്ളത്. 10ാം ദിവസമാണ് ഭീഷ്മർ വീഴുന്നത്. ഇത്രയും ആഖ്യാനം, അതായത് യുദ്ധം, മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത് മുതൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആരംഭിക്കുന്നത് മുതൽ 10ാം ദിവസം ഭീഷ്മർ വീഴുന്നത് വരെയുള്ള ചരിതങ്ങളാണ് ഭീഷ്മപർവത്തിലുള്ളത്. ആ കൂട്ടത്തിലാണ് ഭഗവത്ഗീതാ പർവം എന്നുള്ള ഉപപർവമുള്ളത്. ഭഗവത്ഗീത ഉപപർവത്തിൽപ്പെട്ട 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത എന്ന് പ്രസിദ്ധമായത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഭീഷ്മപർവത്തിലെ 25 മുതൽ ഉള്ള 18 അധ്യായങ്ങൾ. എന്താണ് ഇവിടുത്തെ വിശേഷം? ധർമ്മസമ്മൂഢനായി തീർന്ന അർജുനൻ. ഇവിടെയാണ് നമ്മളുമായിട്ട് ഗീതയെ ബന്ധിപ്പിക്കേണ്ടത്. അർജുനൻ എന്ന ഒരു വ്യക്തിക്ക് ശ്രീകൃഷ്ണൻ എന്ന വ്യക്തി ഒരു 5151 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു ഉപദേശമാണെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതെന്നോ കഴിഞ്ഞു പോയൊരു പഴഞ്ചൻ. എന്നാൽ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം, ഹിന്ദു ജീവിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യൻ പറഞ്ഞിട്ടില്ല, മുസ്ലിം പറഞ്ഞില്ല, മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം. 2, അവരൊരു സമൂഹജീവിയായിരിക്കുന്ന കാലത്തോളം. 3, തൻ്റെ മുമ്പിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ നിശ്ചയിക്കാൻ മനുഷ്യൻ അധികാരമുള്ള കാലത്തോളം. ഇതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതാണ്.
തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് വേണോ ഇത് വേണോ, അങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ, അത് ചെയ്യണോ വേണ്ടയോ, ഇത് കഴിക്കണോ വേണ്ടയോ, അത് കുടിക്കണോ വേണ്ടയോ. മറ്റുള്ള ജന്തുക്കൾക്ക് സ്വാഭാവികം എന്തോ അതാണ്. മുന്നിൽ എന്താണോ വന്നു ചേരണം അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അതേ അവർക്ക് കഴിയൂ. മനുഷ്യനതല്ല. മനുഷ്യന് നിശ്ചയിക്കാൻ കഴിയും തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളിൽ നിന്ന്. ശ്രദ്ധിക്കുക. അപ്പോൾ വിശേഷബുദ്ധിയോടുകൂടി മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, 2 മനുഷ്യനൊരു സമൂഹജീവിയായിരിക്കുന്ന കാലത്തോളം, 3 തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളിൽ നിന്ന് ഒന്നിനെ നിശ്ചയിക്കാൻ അധികാരിയായിരിക്കുന്ന കാലത്തോളം, മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവനെ നയിക്കുന്നത് അവൻ്റെ മാർഗങ്ങളാണ്. അപ്പോൾ വ്യക്തി എന്ന രീതിയിലും സമാജത്തിലെ അംഗം എന്ന രീതിയിലും തൻ്റെ കർത്തവ്യങ്ങളുണ്ട്. വ്യക്തി എന്ന രീതിയിലുള്ള കർത്തവ്യങ്ങൾ, സമാജത്തിലെ അംഗം എന്ന രീതിയിലുള്ള കർത്തവ്യങ്ങൾ. ഈ കർത്തവ്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി അനുഷ്ഠിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം. അപ്പം ഇത്രയും ഘടകങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമാണ് ഭഗവത്ഗീതോപദേശം. അതാണ് ഗീതയുടെ സാർവലൗകികമായ സാർവകാലീനമായ പ്രസക്തി, പ്രാധാന്യം. അപ്പം ഇവിടെ എല്ലാ പ്രകാരത്തിലും യുദ്ധസന്നദ്ധനായ അർജുനൻ, എന്തിന് ഭഗവാനെ പോലും യുദ്ധക്കളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന അർജുനൻ പോരാ. വിവിധ സേനാവിഭാഗങ്ങൾ തങ്ങൾ തയ്യാറായി എന്നറിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാണ്ഡവപക്ഷത്തിൽ നിന്ന് ആദ്യമായി ഞാൻ തയ്യാറായിരിക്കുന്നു, എൻ്റെ കീഴിലുള്ള മുഴുവൻ സേനാവിഭാഗങ്ങളും തയ്യാറായിരിക്കുന്നു എന്ന് അറിയിച്ച അർജുനൻ, ആ അർജുനനാണ് നേരിട്ട് ബന്ധുജനങ്ങളെ കണ്ടപ്പോൾ, 2 ഭാഗങ്ങളിലും ബന്ധുജനങ്ങളെ കണ്ടപ്പോൾ ഇവരൊക്കെ എൻ്റേതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ എന്നുള്ള മമത്വബുദ്ധിയാൽ ആവേശിക്കപ്പെട്ടത്. ഈ മമത്വബുദ്ധി എൻ്റെ എന്നുള്ള ഈ ബുദ്ധി വന്ന് ചേർന്നതോടുകൂടെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അർജുനൻ. കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ളതിന് കുഴപ്പമില്ല. പിന്നെ എവിടെയാണ് കുഴപ്പം? തൻ്റെ പിന്തിരിയലിനെ ഉദാത്തമായി വ്യാഖ്യാനിച്ചു. ശ്രേഷ്ഠമായ എന്തോ സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ മുഖംമൂടി അണിയിച്ചു. സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അവിടെയാണ് കുഴപ്പം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രീകൃഷ്ണൻ്റെ അർജുനൻ്റെ സംവാദമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതെ പിന്തിരിയുന്നു. 2, ആ പിന്തിരിയലിനെ എൻ്റെ ഭീരുത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മമത്വം കൊണ്ടാണ്, എൻ്റെ കഴിവുകേട് കൊണ്ടാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ മുഖംമൂടി അണിയിക്കുന്നു. ഇതാണ് നമ്മൾ അർജുനനിൽ കാണുന്നത് 1-ാം അധ്യായത്തിൽ. എന്നിട്ട് അമ്പും വില്ലും താഴെ വെച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തിരുന്നു. ഇവിടെയാണ് ഭഗവാൻ ചോദിക്കുന്നത്, എടോ എവിടുന്ന് വന്നു ഈ ഒന്നിനും കൊള്ളായ്മ നിനക്ക്? ഈ ഒന്നിനും കൊള്ളായ്മ, ഈ ഹീനമായ ഈ ഭാവം നിനക്ക് എവിടുന്ന് വന്നു? ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല. ഇത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമല്ല. സർവോപരി ഇത് കീർത്തി ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വകർത്തവ്യം എന്തെന്നറിഞ്ഞ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. തൻ്റെ നിഗമനങ്ങളും അഭിപ്രായങ്ങളും മുഴുവൻ തെറ്റാണെന്ന് ഭഗവാൻ ഒറ്റ വാക്കിലൂടെ പറഞ്ഞപ്പോൾ
അർജുനനൊന്ന് ഉഴറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷയമാണ്. അത്യന്തമായ വിഷാദത്തിൽ ധർമ്മസമൂഢതയിൽ ഇരുന്ന അർജുനൻ അവിടെ നശിക്കുകയല്ല ചെയ്തത്. കാരണം വിഷാദം സാധാരണ രോഗമാണ്, വിഷാദ രോഗമാണ്. പക്ഷെ അർജുനൻ അതിനെ തനിക്ക് വേണ്ടതുപോലെ അപഗ്രഥിച്ച് ഉപദേശിക്കാൻ കഴിവുള്ള ഗുരുനാഥനെ പ്രാപിച്ചു. ഇതാണ് നമ്മുടെ മുമ്പിലും കർത്തവ്യമായിട്ടുള്ളത്. അല്ലാതെ വിഷാദത്തിൽ രോഗത്തിൽപ്പെട്ട് നശിക്കാൻ ആർക്കും കഴിയും? താൻ അകപ്പെട്ടിട്ടുള്ള വിഷാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്, അത് കണ്ടെത്തുന്നവനാണ് മനുഷ്യൻ. ശാധിമാം ത്വാ പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. അവിടെ ശാധിമാം ത്വാ പ്രപന്നം എന്ന് പറയുക മാത്രമല്ല അർജുനൻ ചെയ്തത്. ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ശ്രേയസ്സമാണ്. പ്രേയസ് പ്രിയതമങ്ങളായ വിഷയങ്ങളുടെ പ്രാപ്തിയാണ്. അത് വേണ്ടെന്ന് പറയുന്നില്ല. പ്രേയസ് വേണ്ട എന്നൊരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രേയസ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അർത്ഥം വേണ്ട അല്ലെങ്കിൽ കാമം വേണ്ട ഒരാചാര്യനും പറഞ്ഞിട്ടില്ല. അർത്ഥം വേണം, കാമം വേണം, ധർമ്മം വേണം. പക്ഷേ ധർമ്മമോ അർത്ഥമോ കാമമോ മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യമല്ല. മറിച്ച് ആത്യന്തികമായ ദുഃഖനിവൃത്തി അല്ലെങ്കിൽ നിരതിശയമായ സുഖപ്രാപ്തി, അത് മാത്രമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം. ഈ ഒരു ശ്രേയസ്സിലേക്ക് എന്താണ് എത്തിച്ചേരാനുള്ള മാർഗം എന്നാണ് അർജുനൻ അപേക്ഷിച്ചത്. അവിടെ ശ്രേയസ് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ശ്രേയസ് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നേടാനൊക്കൂ എന്നറിയുന്ന ഭഗവാൻ ആത്മജ്ഞാനോപദേശം ചെയ്തു. ഭഗവത്ഗീത 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെയുള്ള ഭാഗത്ത് നമുക്ക് ഈ ഉപദേശം കാണാം. അത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച്, അർജുനനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. കാരണം വേദത്തിൻ്റെ പരമതാത്പര്യം, പരമമായ ജ്ഞാനോപദേശമാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം. തന്നെ അറിയാൻ ആഗ്രഹിച്ച് പ്രാപിച്ച് പ്രാർത്ഥിച്ച ഒരാളോട് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് പറഞ്ഞു കൊടുക്കുന്നത് മര്യാദ ഉണ്ടോ? അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെയുള്ള ഭാഗം ഒരാരംഭക്കാരന് മനസ്സിലാവില്ല എന്നറിയാമെങ്കിൽ പിന്നെ എന്തിനു ഭഗവാൻ ഉപദേശിച്ചു? ഇവിടെയാണ് മഹാനുഭാവന്മാരായ ഗുരുനാഥന്മാരുടെ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 രീതികളുണ്ട്. ഒന്ന്, ക്രമികമായി മാർഗത്തിലൂടെ കൈപിടിച്ച് സാധകനെ കൂടെ കൊണ്ടുപോയി ഉന്നതമായ ലക്ഷ്യത്തിലെത്തിക്കുക. 2, ഉന്നതമായ ലക്ഷ്യം ഇപ്പോൾ അപ്രാപ്യമാണെങ്കിൽ കൂടെ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, എന്നിട്ട് മാർഗത്തിലൂടെ നയിക്കുക. 2 ശൈലികളുണ്ട്. അതിവിദൂരമായ പർവ്വതശിഖരം, അവിടത്തേക്ക് എത്തിപ്പെടാൻ കഠിനമാണ്. വലിയ യാതനാപൂർണമായ യാത്ര ചെയ്ത് മാത്രമേ എത്തിപ്പെടാൻ പറ്റൂ. വിദൂരമാണെന്ന് മാത്രമല്ല, അത്ര ക്ലിഷ്ടമാണ് വഴി. എങ്കിലും ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ദാ അതാട്ടോ നമ്മുടെ ലക്ഷ്യം, തയ്യാറായിക്കോളൂ എന്ന് നമുക്ക് കൂടെ പോവാം എന്ന്. ശൈലി 1. ശൈലി 2, വരൂ നമുക്ക് പോയി നോക്കുക,
ഈ വഴിയിലൂടെ എങ്ങനെ പോയാൽ അവിടെ എത്തും, എനിക്ക് ഉറപ്പാണ് എത്തും എന്നുള്ളത്, പോയി വാ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഉന്നതമായ ഇപ്പോൾ അപ്രാപ്യമായ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് ഗീതയിൽ അവലംബിച്ചിട്ടുള്ളത്. ഇങ്ങനെ അല്ലാത്ത ഉപദേശങ്ങളും ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷെ ഗീത ഏതാണ്? അതിൻ്റെ ഗുണം ഒരിക്കലും സാധകന് വഴിതെറ്റില്ല. അതാണ് ഗുണം. എത്താത്തടത്ത് എത്തിയെന്ന് സ്വയം സങ്കല്പിക്കില്ല, മാർഗത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കില്ല. ആദ്യം വ്യക്തമായി ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതാണ് ഗുണം. ദോഷം എന്താണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ തന്നെ വേണ്ട ഞാനില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. 2-ാം അധ്യായം 15 ശ്ലോകം പഠിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു 80% പേരും നിർത്തും. ഇതെനിക്കാവില്ലപ്പനെ. ഇതാണ് ഗുണവും ദോഷവും. ഏതായാലും ഭഗവാൻ അതാണ് അവലംബിച്ച രീതി. അത് കേട്ടുകഴിഞ്ഞ സമയത്ത് അർജുനന് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഭഗവാൻ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ലളിതമായി ധർമ്മത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രമികമായി അതേ തത്വത്തെ ഉപദേശിച്ച് അവിടത്തേക്ക് എത്തിക്കും. ഏകദേശം ഒരു 54-ാം ശ്ലോകമാവുമ്പോഴത്തേക്ക് അപ്പോൾ അർജുനന് സംശയം വരും. സംശയം തുടങ്ങിയാൽ നല്ലതാ. ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലത് ചുമരിനോടൊക്കെ ഇരുന്ന് ഉപദേശിക്കുന്നതാ. ചോദിച്ചു ഉപദേശം കഴിഞ്ഞ് സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. എന്നാൽ പിന്നെ ഗുരുനാഥൻ തിരിഞ്ഞിട്ട് ചുമരിനോട് ഉപദേശിക്കാൻ തുടങ്ങാം. കാരണം അയാൾക്കൊരു സംശയം ഉണ്ടാവില്ല. ചിന്തിക്കുന്നവരടുത്ത് സംശയം ഉണ്ടാവുമല്ലോ. അവിടെ അർജുനൻ സംശയിക്കുകയാണ്, അങ്ങീ പറഞ്ഞ പരമമായ തത്വബോധത്തിലേക്ക് ഉയർന്നവരാര്, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷമായിട്ട് ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു ഉപസംഹരിച്ചു. ആ ഉപദേശത്തിൽ മുഴുവൻ, അതായത് 2-ാം അധ്യായത്തിൽ മുഴുവൻ ഭഗവാൻ ആത്മജ്ഞാന മഹിമയാണ് വർണ്ണിച്ചത്. പരമമായ സത്യസാക്ഷാത്കാരം കൊണ്ട് മാത്രമാണ് നിശ്രേയസം എന്നുള്ളതാണ് ഭഗവാന്റെ ഉപദേശത്തിൻ്റെ സാരം. ആ ആത്മജ്ഞാനത്തിലാകട്ടെ ഞാൻ എൻ്റെ എന്ന നിലയ്ക്കുള്ള ഒരു കർമ്മങ്ങളും നിലനിൽക്കില്ല. കാരണം കർമ്മങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ എന്നുള്ള സങ്കല്പങ്ങളുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നു ഇന്നതിനായിക്കൊണ്ട്, ലൗകികമായാലും വൈദികമായാലും. വൈദികമായാൽ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന യാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ഫലം കിട്ടാൻ വേണ്ടി ഇന്നത് ചെയ്യുന്നു എന്നുണ്ട്. അതുപോലെ തന്നെ ലൗകികമായിട്ടും ഇല്ലേ, നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും എന്തിനാന്ന് ചിന്തിച്ചിട്ടല്ലേ ചെയ്യുന്നത്? അതെ, ഇതുകൊണ്ട് എന്താ കിട്ടുക എന്നാലോചിച്ചിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പ്രയോജനം അനുദ്ദേശിയ മന്ദോപി പ്രവർത്തതേ, പ്രയോജനം വിചാരിക്കാതെ കണ്ട് മന്ദൻ പോലും പ്രവർത്തിക്കില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് പ്രവർത്തിക്കണേ. എന്നാൽ സർവജ്ഞനായിരിക്കുന്ന പൂർണ്ണാത്മജ്ഞാനിയെ സംബന്ധിച്ച് പ്രാപ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടേണ്ടതോ നേടാത്തതോ ഒന്നുമില്ലാത്ത പൂർണ്ണ ആനന്ദത്തിൽ കഴിയുന്ന ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് എന്ത് നേടാനാ? അവിടെ കർമ്മങ്ങളില്ല, കർമ്മങ്ങൾ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ആ ഒരു ആത്മജ്ഞാന മഹിമ ഉപദേശിച്ച ഭഗവാൻ അർജുനനോട് ആവർത്തിച്ചു പറഞ്ഞു, നീ നിൻ്റെ പണിയെടുക്കും, നീ നിൻ്റെ പണിയെടുക്കും. ഇത് കൊള്ളാമോ? ഒന്നുകിൽ പറയണം നീ നിൻ്റെ പണിയെടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയണം. ഇല്ലെങ്കിൽ പറയണം ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനമാണ്, ഹേ അർജുന നീ ജ്ഞാനവിചാരവാനായിക്കോളൂ എന്ന് പറയണം. ഇത് രണ്ടുമല്ല ചെയ്തത്. സകല കർമ്മങ്ങൾക്കും ഉപരിയുള്ള ജ്ഞാനമാണ് ഏറ്റവും മഹത്തമമായതെന്ന് ഒരു ഭാഗത്ത് പറയുക, മറ്റൊരു ഭാഗത്ത് നീ പോയി യുദ്ധം ചെയ്യുന്നും പറയുക. ഇത് രണ്ടും കൂടി ആവുന്ന സമയത്ത് വേണ്ടതുപോലെ ദഹിപ്പിക്കാൻ അർജുനന് കഴിയുന്നില്ല. അവിടെയാണ് അർജുനൻ സംശയം ചോദിക്കുന്നത്. ആ സംശയത്തോടു കൂടിയാണ് 3-ാം അധ്യായം ആരംഭിക്കുന്നത്. വ്യക്തമായി ഭഗവാൻ
കർമ്മ ജ്ഞാന ഭേദങ്ങളെ വേർതിരിച്ച് പറഞ്ഞു. വിജ്ഞാനിയെ സംബന്ധിച്ച് സർവാത്മ ദൃഷ്ടിയുറച്ച സർവത്ര സമദർശിയായ വിജ്ഞാനിയെ സംബന്ധിച്ച് ഒരു കർത്തവ്യവുമില്ല. എന്നാൽ ആ പദത്തിലേക്ക് എത്തിയ മഹാനുഭാവൻ അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ശരീര താദാത്മ്യമുള്ള കാലത്തോളം, ശരീരാഹംബുദ്ധിയുള്ള കാലത്തോളം കർത്തവ്യങ്ങൾ ചെയ്തേ മതിയാവൂ. ഈ ദേഹത്തിൽ ഞാനെന്ന ചിന്ത ഉള്ള കാലത്തോളം കർമ്മം ചെയ്തേ മതിയാവും. അവിടെ സന്യസിക്കാൻ പറ്റില്ല. സകല കർമ്മസന്യാസം സാധ്യമല്ല. അപ്പോൾ നീ നിൻ്റെ കർമ്മങ്ങളെ ചെയ്യൂ. നിൻ്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ നിൻ്റെതല്ലാത്ത കർമ്മം നീ ചെയ്യും. കാരണം എന്തെങ്കിലും ചെയ്തേ നോക്കൂ. ചെയ്തിയെ നീ അതിക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വധർമ്മം ചെയ്യൂ, സ്വകർത്തവ്യം ചെയ്യൂ. അപ്പോൾ അർജുനന് വീണ്ടും സംശയം വന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ സ്വകർത്തവ്യ ചെയ്യണത്? എല്ലാവരും ഇപ്പോൾ സ്വധർമ്മം ചെയ്യുക ലോകത്തിൽ? എന്നാൽ പിന്നെ ലോകം എങ്ങനെയാണ്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണോ നീ പറഞ്ഞത്, എല്ലാവരും ഒന്നും സ്വന്തം കർത്തവ്യം ചെയ്യണില്ല, ചെയ്യരുതാത്തത് ചെയ്യണമുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് കാമനയ്ക്ക് വഴിപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ആ കാമങ്ങളെ നിൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കൂ, അല്ലെങ്കിൽ നീ കാമങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിപ്പോകും. അതുകൊണ്ട് അവ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നീ അവയെ നിയന്ത്രിക്കൂ എന്ന്. അങ്ങനെ പൂർണ്ണമായ നിശ്രേയസത്തിലേക്കുള്ള മാർഗം താൻ ഉപദേശിച്ചു കഴിഞ്ഞു എന്ന കാഴ്ചപ്പാടോടുകൂടി ഭഗവാൻ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് 4-ാം അധ്യായത്തിൻ്റെ ആരംഭം. ഹേ അർജുന, ഈ അറിവുണ്ടല്ലോ, ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തന്ന അറിവ് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇത് പണ്ട് ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തതായിരുന്നു. പിന്നെ അത് ക്രമമായി വന്നു. സൂര്യൻ അത് വിവസ്വാന് പറഞ്ഞു കൊടുത്തു, വൈവസ്വതന് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വന്നിട്ട് പരമ്പരാപ്രാപ്തമായിട്ട് ഈ അറിവ് പ്രചരിച്ചു. പക്ഷെ എന്താ ചെയ്യുക, ദീർഘകാലം കൊണ്ട് ഈ അറിവ് നഷ്ടമായി പോയി ലോകത്തുനിന്ന്. അതിനെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നിനക്ക്. ഇത് കേട്ടോ പറഞ്ഞു വീണ്ടും സംശയം. ഭഗവാൻ എങ്ങനെയെങ്കിലും ഉപദേശം നിർത്തിയാൽ മതി എന്നുള്ളതാ. കാരണം എന്നാലേ അർജുനൻ പണിയെടുക്കാൻ പോവുള്ളൂ. അങ്ങനെ നിർത്തിയതാ. അപ്പോഴാണ് അടുത്ത സംശയം വരുന്നത്. അതെങ്ങനെയാത്? ഇപ്പോൾ ഉള്ള ആളല്ലേ അങ്ങ്? പണ്ട് സൂര്യന് ഉപദേശിച്ചു എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും, എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് നമുക്കൊക്കെ അനേക ജന്മങ്ങളുണ്ട്. ഞാൻ അതിനെയൊക്കെ മനസ്സിലാക്കണു, ഓർമ്മിക്കണു, നിനക്കതൊന്നും അറിയില്ല. അതാണ് പ്രശ്നം. അവിടെ അവതാര തത്വത്തെ വർണ്ണിച്ച് ആ ഒരു അറിവ് കൊണ്ട് മുക്തിഫലത്തെ പറഞ്ഞ് ഭഗവാൻ വീണ്ടും ജ്ഞാനകർമ്മ മീമാംസ ചെയ്യും. എന്താണ് ജ്ഞാനം, എന്താണ് കർമ്മം? ദേഹബുദ്ധിയുള്ള ആൾ എങ്ങനെ കർമ്മം ചെയ്യണം, ആ ചെയ്യുന്നത് എങ്ങനെ ധാർമ്മികമായി ചെയ്യണം, അതിനെ ബന്ധനത്തിൽ അകപ്പെടാത്ത വിധം എങ്ങനെ യോഗമായി അനുഷ്ഠിക്കണം, ഇത്രയും വിഷയങ്ങൾ വീണ്ടും പറഞ്ഞു. ഒപ്പം തന്നെ ജ്ഞാനമഹിമയും പറഞ്ഞു. വീണ്ടും പ്രശ്നമായി അർജുനന്. കാരണം ജ്ഞാനമഹിമ പറയുക, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇത് രണ്ടും കൂടി ആവുമ്പോൾ ഏതാപ്പോ? ഈ അർജുനൻ്റെ സംശയത്തോടു കൂടിയാണ് 5-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ പതുക്കെ പ്രവേശിക്കുന്നത്. ഏറ്റവും ചുരുക്കമായി 5 വരെ എത്തിച്ചതാട്ടോ ഓർമ്മിക്കുക. അതിനിടയ്ക്ക് പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ ഇരിക്കണം, കുറേ ഒരു മാസമൊക്കെ ഇരുന്നാലേ എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് 5-ാം അധ്യായത്തിലേക്കുള്ളൊരു പ്രവേശിക. അവിടെ വേറൊരു വിഷയമുണ്ട്. നമ്മളിവിടെ ഗീത 5-ാം അധ്യായം വ്യാഖ്യാനിക്കുകയല്ല ചെയ്യണത്, പിന്നെ ശങ്കരഭാഷ്യത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ശങ്കരഭാഷ്യത്തെക്കുറിച്ച് കൂടി അല്പം ചിലത് മനസ്സിലാക്കിയിട്ട് മതി അതിലേക്ക് പ്രവേശിക്കുക. നോക്കൂ,
നമ്മുടെ വൈദിക ധർമ്മം അഥവാ ഹിന്ദുധർമ്മം അഥവാ ഭാരതീയ സംസ്കൃതി, എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ, ഇന്ന് ഋഷീശ്വരന്മാർ മുതൽക്ക് ഇങ്ങോട്ട് പറഞ്ഞ് വന്നിട്ടുള്ള പേര് സനാതനധർമ്മം എന്നാണ്. ഏഷധർമ്മ സനാതന, ഇത് സനാതനധർമ്മമാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നർത്ഥം. ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തതെങ്കിലും ധർമ്മവ്യവസ്ഥയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഹാത്ഭുതം കാണാൻ സാധിക്കും. ആ മഹാത്ഭുതം മറ്റൊന്നല്ല, ക്ഷയിച്ച് 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 ഇതാ നശിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നു ചേരുമ്പോൾ അനേക ദിവ്യവിഭൂതികൾ രംഗപ്രവേശം ചെയ്യുകയും അവരുടെ ഉപദേശങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ നവ്യമായ കരുത്ത്, ദിശാബോധം ധർമ്മവ്യവസ്ഥയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ഇതുണർന്ന് ഉയർന്നു വരും. പിന്നീട് പരമ്പരയായി ആ പ്രവർത്തനം വരുമ്പോൾ അത്യുന്നതമായ അവസ്ഥയിലേക്ക് ധർമ്മവ്യവസ്ഥ ഉയരും. വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്ഷയിച്ച് 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 വീണ്ടും നശിച്ചു എന്നാണ്ട് തോന്നുന്ന സമയമാകുമ്പോൾ കാണാം വീണ്ടും ദിവ്യവിഭൂതികളുടെ രംഗപ്രവേശവും ഉയർച്ചയും. ഇതെത്ര പ്രാവശ്യം ആവർത്തിച്ചു നമുക്ക് ആർക്കും പറയാൻ വയ്യ. ഇത് വലിയൊരു ഒരു ഒരു വിശേഷം തന്നെയാണ്. കാരണം ലോകത്തിൽ വിവിധ മതചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ സംസ്കാരങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ പ്രത്യയശാസ്ത്രാധിഷ്ഠിതങ്ങളായ ജീവിതക്രമങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 1, 2, 3 ഒന്നുമല്ല. എന്തെല്ലാം ഇസങ്ങൾ വ്യാപിച്ചു വളർന്നു. ഇതിലൊക്കെ കുത്തനുള്ളൊരു ഉയർച്ച. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ കുത്തനുള്ള താഴ്ച കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ഒരു സൂചന പോലും ഉണ്ടാവില്ല, ഒരു ശേഷിപ്പും ഉണ്ടാവില്ല. നശിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് മതങ്ങളും തത്വചിന്തകളും പ്രത്യയശാസ്ത്രാധിഷ്ഠിതങ്ങളായ ജീവിതക്രമങ്ങളും ലോകത്തിൽ നശിച്ചിട്ടുണ്ട്. എന്നാൽ സനാതനധർമ്മ വ്യവസ്ഥയുടെ ചരിത്രം കുത്തനുള്ള ഉയർച്ച താഴ്ചകളോട് കൂടിയതല്ല. അത് ക്രമാനുഗതമായൊരു തരംഗ സ്വഭാവത്തിലുള്ളതാണ്. അങ്ങ് ഉയർന്നു പോവും, പിന്നെ ക്ഷയിക്കാൻ തുടങ്ങും. ക്ഷയിച്ചത് നശിച്ചു എന്നാണ് തോന്നും, അപ്പോൾ ഉയരാൻ തുടങ്ങും. ഈ ഒരു ചരിത്രഗതിയിൽ തീർത്തും ധർമ്മവ്യവസ്ഥ നശിക്കുമല്ലോ എന്നുള്ള അങ്ങേയറ്റത്തെ ഒരു പതനത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ആവിർഭാവം. ഒരു സംശയമില്ലാതെ പറയും. ഒരു ഭാഗത്ത് മനുഷ്യനെ അവൻ്റെ മൃഗീയതയിൽ നിന്ന് അഥവാ പശുത്വത്തിൽ നിന്ന്, പശുത്വം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഭാവം. എന്താ പശുവിൻ്റെ ഭാവം? ഇര ഇണ എന്നത് മാത്രം പ്രസക്തമായി കണക്കാക്കി ജീവിക്കുന്നതാണ് പശുവിൻ്റെ ഭാവം. ഇര വേണ്ട ഇണ വേണ്ട എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ വിട്ടിത്ത നമ്മളിപ്പോൾ ഇത് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിർത്തുകയായി. എന്തിനാ? ഇരയ്ക്ക്, അല്ലാണ്ട് എന്താ? അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇര പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മുടെ അച്ഛനമ്മമാരാണ് ചേർന്നുകൊണ്ടാണ്. ധർമ്മവ്യവസ്ഥ മുന്നോട്ട് പോകണമെങ്കിൽ ഇരയും വേണം ഇണയും വേണം. എന്നാൽ ഇരയും ഇണയും മാത്രം പ്രസക്തമായി കണക്കാക്കുന്ന ബുദ്ധി പശുബുദ്ധിയാണ്. ഈ പശുബുദ്ധിയെ നമുക്ക് ജയിക്കാൻ കഴിയണം, ദിവ്യതയിലേക്ക് ഉണരാൻ കഴിയണം. പശുവെ കൊല്ലണം, കൊന്നേ മതിയാവും. യാഗത്തിൽ
പശുവെ കൊന്ന് ദിവ്യതയിലേക്ക് ഉയരണം. പക്ഷേ നമുക്ക് ഈ പശുവിനെയൊക്കെ കൊല്ലുക അത്ര എളുപ്പമാണോ? അല്ല. നമ്മൾ പശുക്കളെ കൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങി. കൊല്ലപ്പെടുന്ന പശുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിൻ്റെ മഹിമ പറയപ്പെടാൻ തുടങ്ങി. ദശരഥൻ്റെ യാഗത്തിലൊക്കെ കൊല്ലപ്പെട്ട ജന്തുക്കളുടെ എണ്ണം എന്ന ജാതി ഇത്ര പക്ഷികൾ, ഇത്ര ആ ജന്തു, ഇത്ര ഈ ജന്തു എന്ന് പറഞ്ഞിട്ട് വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയായി തീർന്നു. ഹിംസയിൽ മുങ്ങി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ബുദ്ധഭഗവാന്റെ ഉപദേശം, ബുദ്ധനെ തെറ്റിദ്ധരിച്ച ബൗദ്ധരിലൂടെ കടന്നു വന്നപ്പോൾ, ബുദ്ധനെ തെറ്റിദ്ധരിച്ച ബൗദ്ധരിലൂടെ കടന്നു വന്നപ്പോൾ ശൂന്യവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും നാസ്തികതയിലേക്കുമൊക്കെ കൂപ്പുകുത്തി. ശ്രദ്ധിക്കുക. ഗുണത്തിന് വന്നത് ദോഷത്തിനായി തീർന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അതിഹീനമായ അത്യന്തമായ ഹിംസ, മറ്റൊരു ഭാഗത്ത് അതിൽ നിന്ന് ധർമ്മവ്യവസ്ഥയെ രക്ഷിക്കാൻ വന്നത് നാസ്തികവാദത്തിലേക്കും ശൂന്യവാദത്തിലേക്കും വഴിതിരിഞ്ഞു പോയ അവസ്ഥ. എന്ന് മാത്രമല്ല, ഈ പൗരോഹിത്വത്തിൻ്റെ ദൂഷിത ഭാവം കൊണ്ട് രക്ഷ ആഗ്രഹിച്ച ഒരു സമൂഹം കൂട്ടം കൂട്ടമായി ബൗദ്ധത്തെ സമാശ്ലേഷിച്ചപ്പോൾ വലിയ പ്രചാരം അതിനുണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ രാജാക്കന്മാരുടെ സമ്മതിയും പ്രേരണയും അതിന് കാരണമായിട്ടില്ലെന്നും ചിന്തിക്കണം. എന്തായാലും ബൗദ്ധം പ്രചരിച്ചു. എങ്ങും ശൂന്യവാദം. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് ഒരു കോണിയിലെ വ്യത്യസ്ത പടികൾ ഒന്നും വിരുദ്ധങ്ങളല്ല, അവ വിവിധങ്ങൾ മാത്രമാണ്. ഇതുപോലെയാണ് ദർശനങ്ങൾ. എല്ലാ ദർശനങ്ങളും അത് പൂർവമീമാംസയെന്നോ ന്യായമെന്നോ വൈശേഷികമെന്നോ സാഖ്യമെന്നോ യോഗമെന്നോ ഒന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദർശനങ്ങളും സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള വ്യത്യസ്ത പടികളാണ്. പക്ഷെ ഇത് മറന്ന് ഓരോ ദാർശനികനും ഇത് കേമം ഇത് കേമം എന്ന് പറഞ്ഞ് കലഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. മൂന്നാമതായി പറയട്ടെ, ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്, രണ്ട് ഈശ്വരന്മാരില്ല. ആ ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വത്തിലേക്കുള്ള വഴികളായിട്ടാണ് വ്യത്യസ്ത ദേവതോപാസനകളുള്ളത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ദേവതോപാസനാ പദ്ധതികൾ വിഭിന്നങ്ങളോ വിരുദ്ധങ്ങളോ അല്ല. അവ ഒന്നിലേക്കുള്ള വിവിധ വഴികളാണ്. ഇതറിയാതെ നമ്മൾ ശൈവന്മാരും വൈഷ്ണവന്മാരും ശാക്തയന്മാരും ഗാണപത്യന്മാരും സൗരന്മാരും സ്കാന്ദന്മാരുമായി പരസ്പരം കടിപിടി കൂടിയ കാലഘട്ടം. ശിവനാണ് ഏറ്റവും കേമൻ, വിഷ്ണുവാണ്, രണ്ടുമല്ല ദേവിയാണ്, മൂന്നുമല്ല ഗണപതിയാണ്, നാലുമല്ല സുബ്രഹ്മണ്യനാണ്, അഞ്ചുമല്ല സൂര്യനാണ് എന്നീ വിധം ആമിഷാർത്ഥിന ഇവ പ്രാണിന എന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. ഇറച്ചി കഷ്ണം കിട്ടാൻ വേണ്ടി കടിപിടി കൂടുന്ന ജന്തുക്കളെ പോലെ നമ്മൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഇനി പതനം എന്തേ പറയുള്ളൂ. ഇതെല്ലാം ഒത്തുചേർന്നൊരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ വന്നു ചേർന്നത്. ഏഴാം വയസ്സിൽ ഗുരുവെ തേടി, അതിനു മുമ്പ് സർവശാസ്ത്രങ്ങളും ഹൃദിസ്ഥമായി സന്യാസത്തിലൂടെ മാത്രമേ പരമമായ തത്വദർശനത്തിലേക്ക് ഉയരാൻ കഴിയൂ എന്ന് നിശ്ചിതമായ പ്രതിപത്തിയോടുകൂടി ഈ കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ച് എത്രമാത്രം കഠിനതമമായൊരു യാത്രയായിരിക്കും ആ ബാലനെ സംബന്ധിച്ച്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കുള്ള
ആ ഒരു 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 അവസ്ഥയിൽ കേരളത്തിൽ നിന്ന് നടന്ന് ഓംകാരേശ്വരം വരെ എത്തുക, അവിടെ വെച്ച് ഗുരുനാഥനെ പ്രാപിക്കുക. ഏതാനും മാസങ്ങളെ കൊണ്ട് തന്നെ ഇനി പഠിപ്പിക്കാനൊന്നുമില്ല എന്ന നിലയ്ക്ക് സർവശാസ്ത്രങ്ങളെയും പ്രചരിപ്പിക്കാൻ ഗുരുനാഥനാൽ അനുജ്ഞാതനാവുക. 8-ാം വയസ്സിൽ ഭാഷ്യം എഴുതി തുടങ്ങുക. 16-ാം വയസ്സിൽ ഭാഷ്യരചന കഴിഞ്ഞ് തൂലിക താഴെ വയ്ക്കുക. അചിന്ത്യമാണ്. ഈ ഭാഷ്യങ്ങളിലൂടെ, അതായത് 10 ഉപനിഷത്തുക്കൾക്കും അവയുടെ സാരമായ ഭഗവത്ഗീതയ്ക്കും അവയുടെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രങ്ങൾക്കും, അതായത് പ്രസ്ഥാനത്രയം വിരചിച്ച ഭാഷ്യങ്ങളിലൂടെ എന്താണ് സനാതനധർമ്മത്തിൻ്റെ സാരം എന്നുള്ളത് ഭാഷ്യകാരൻ സൂചിപ്പിച്ചു. ഇത്രയും മതി. ഇതായ എന്തല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒത്തുനോക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്താണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തല്ല എന്ന് മനസ്സിലാവുമല്ലോ. അല്ലാതെ എന്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹത്തിന് അവസാനം ഉണ്ടാവില്ല. ഇല്ലേ? അതാലോചിച്ച് നോക്കൂ. കാരണം പലത് പറഞ്ഞ് കലഹിക്കുന്ന വിഭാഗ, നീ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ അടി തീരുമോ? തീരില്ല. അതിന് പകരം ഇതാണെന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് സനാതനധർമ്മ മൂലം, ഇതാണ് വേദത്തിൻ്റെ സാരം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ദാർശനികർക്ക് തമ്മിൽ ഒരു കലഹത്തിൻ്റെ ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യത്യസ്ത ഉപാസനാ പദ്ധതിക്കാർക്കിടയ്ക്ക് കലഹത്തിൻ്റെ ആവശ്യമില്ല. കാരണം വിഷ്ണു തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് വിഷ്ണു. പിന്നെന്താ പ്രശ്നം? പിന്നെന്തിനാ നീ അടി കൂടുന്നത്? ശൂന്യം നിലനിൽക്കില്ല. കാരണം ശൂന്യം എന്നൊന്നില്ല, ഉള്ളതേ ഉള്ളൂ. ഉള്ളതായ സത്യത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെ എന്താണ് സനാതനധർമ്മം എന്നുള്ളത് തൻ്റെ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലൂടെ ഭാഷ്യകാരൻ സ്ഥാപിച്ചു. തുടർന്ന് ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് അപ്പോഴത്തേക്ക് എത്തിച്ചേർന്ന ശിഷ്യന്മാർക്ക് ഉദ്ബോധനങ്ങളെ ചെയ്ത്, അതിനാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാമാന്യ ജനങ്ങൾക്ക് ഈ വേദാന്ത വിചാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഉപാസനകളെ നൽകി ആണ് അനേക സ്തോത്രകൃതികളെ രചിക്കുന്നത്. ഈ വേദ താത്പര്യം തലമുറകളിലൂടെ പ്രസരിപ്പിക്കാൻ ആയി മഠങ്ങളെ സ്ഥാപിച്ച് ആ മഠങ്ങളുടെ വ്യവസ്ഥ രേഖപ്പെടുത്തി വെച്ച് 32-ാമത്തെ വയസ്സിൽ ശരീരം ഉപേക്ഷിച്ചു. ഈ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ പ്രവൃത്തികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരുമില്ല. സനാതനധർമ്മം ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ ഉണ്ടാവില്ല. അതാണ് മഹാത്ഭുതം. ശ്രദ്ധിക്കുക. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിസ്സംശയം പറയാം ഭാഷ്യമാണ്. തൻ്റെ സനാതനധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ മുഴുവൻ മൂലം എന്നുള്ളത് ഭാഷ്യമാണ്. ഭാഷ്യങ്ങളിൽ 10 ഉപനിഷത്തുക്കളുടെയും ഗീതയുടെയും ബ്രഹ്മസൂത്രങ്ങളുടെയും ഭാഷ്യങ്ങളാണ് ഏറ്റവും പ്രാമാണികങ്ങൾ. ഇത് പറയാൻ കാരണം വേറെയും ഭാഷ്യങ്ങൾ ശങ്കരഭാഷ്യങ്ങൾ എന്ന പേരിലുണ്ട്. അവ ആണെന്നോ അല്ലെന്നുള്ള തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവ പ്രാമാണികങ്ങളാണെന്നുള്ളത് ആർക്കും വിസമ്മതിയില്ലാത്ത വിഷയമാണ്. ആ കൂട്ടത്തിലാണ് ഭഗവത്ഗീതയുടെ സർവവേദ താൽപ്പര്യത്തെയും നമുക്ക് എടുത്തു കാണിക്കുന്ന ഭാഷ്യം പ്രകാശിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിവിടെ പതുക്കെ പ്രവേശിക്കുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അവസാനം പറഞ്ഞു, ഹേ അർജുന,
നിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സകല സംശയങ്ങളെയും ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിച്ച് നീ എഴുന്നേൽക്കൂ, അനുഷ്ഠാനങ്ങളിലേക്ക് നീ പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. യോഗം ആദിഷ്ഠ എന്നാണ്. യോഗം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നതിനുള്ള സാധനാക്രമമാണ്. ആത്യന്തികമായ തത്വവിജ്ഞാനത്തിന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പേര് സാഖ്യം എന്നാണ്. അതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അനുഷ്ഠാന പദ്ധതികളെ മുഴുവൻ പറഞ്ഞ പേരാണ് യോഗം എന്നുള്ളത്. അപ്പം 4-ാം അധ്യായത്തിൽ പരമമായ ആത്മജ്ഞാന മഹിമയെ ആവർത്തിച്ച് പറഞ്ഞിട്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, അല്ലെങ്കിൽ എപ്രകാരമാണോ ഈ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി വിറകുകളെ മുഴുവൻ വെണ്ണീറാക്കുന്നത്, അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ് നീ യോഗത്തെ ആശ്രയിക്കുന്നു, യോഗമാധിഷ്ഠ, നീ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടൂ, നീ കർമ്മങ്ങളെ ചെയ്യൂ, കർമ്മയോഗാനുഷ്ഠാനം ചെയ്യൂ എന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടി കേൾക്കുന്ന സമയത്ത് അർജുനൻ ഉണ്ടാവുന്ന സംശയമാണ് 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെ ഈ അർജുനൻ്റെ സംശയം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളെ ഒരു സംബന്ധ ഭാഷ്യത്തിലൂടെ കടത്തിവിടുന്നുണ്ട്, അതിനൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് 5-ാം അധ്യായത്തെ. ആ ഭാഗം നമുക്ക് പതുക്കെ തുടങ്ങാം. എത്ര പേരുടെ കയ്യിൽ ഭാഷ്യമുണ്ടെന്നാവോ? എത്ര പേരുടെ കയ്യിലുണ്ട് ഭാഷ്യം? കുറേ പേരുടെ കയ്യിലുണ്ട്, സന്തോഷം. ഒന്ന് ചേർന്നാൽ ഉള്ളവനും ഇല്ലാത്തവനും അടുത്താൽ അല്ലേ, രണ്ടു കൂട്ടർക്കും നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേണ്ട, ഇപ്പോൾ എണീക്കുക ഇരിക്കുക ബഹളമാവും ആകെ. അടുത്ത സെഷനിൽ ഇരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഉള്ള ആളെടുത്ത് ഇല്ലാത്ത ആളിരുന്നാൽ രണ്ടു പേർക്കും പ്രയോജനമാവും. കർമ്മണ്യകർമ്മ പശ്യേത് ഇത്യാരഭ്യ സ യുക്ത കൃത്സ്നകർമ്മകൃത് ജ്ഞാനാഗ്നിദഗ്ധകർമാണം ശാരീരം കേവലം കർമ്മ കുർവൻ യദൃച്ഛാലാഭസന്തുഷ്ടഃ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനാഗ്നി സർവകർമാണി യോഗസന്യസ്തകർമാണം ഇത്യന്തൈഃ വചനൈഃ സർവകർമ്മസന്യാസം അവോചത് ഭഗവാൻ. ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠ ഇതി അനേന വചനേന യോഗം ച കർമാനുഷ്ഠാനലക്ഷണം അനുതിഷ്ഠ ഇതി ഉക്തവാൻ. തയോഃ ഉഭയോഃ ച കർമാനുഷ്ഠാന കർമ്മസന്യാസയോഃ സ്ഥിതിഗതിവത് പരസ്പര വിരോധാത് ഏകേന സഹ കർത്തും അശക്യത്വാത് കാലഭേദേന ച അനുഷ്ഠാന വിധാന അഭാവാത് അർത്ഥാത് ഏതയോഃ അന്യതര കർത്തവ്യത പ്രാപ്തൗ സത്യം യത് പ്രശസ്യതരം ഏതയോഃ കർമാനുഷ്ഠാന കർമ്മസന്യാസയോഃ തത് കർത്തവ്യം ന ഇതരത് ഇതി ഏവം മന്യമാനഃ പ്രശസ്യതര ബുഭുത്സയാ അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ ഇത്യാദിനാ. വായിച്ചൂടെ അല്ലേ? കർമ്മണ്യകർമ്മയ പശ്യേത് ഇത്യാരഭ്യ സ യുക്തഃ കൃത്സ്നകർമ്മകൃത് ജ്ഞാനാഗ്നിദഗ്ധകർമാണം ശാരീരം കേവലം കർമ്മ കുർവൻ യദൃച്ഛാലാഭസന്തുഷ്ടഃ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനാഗ്നി സർവകർമാണി യോഗസന്യസ്തകർമാണം ഇത്യന്തൈഃ വചനൈഃ
സർവകർമ്മസന്യാസം അവോചത് ഭഗവാൻ. ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠ ഇത്യനേന വചനേന യോഗം ച കർമാനുഷ്ഠാനലക്ഷണം അനുതിഷ്ഠ ഇതി ഉക്തവാൻ. തയോഃ ഉഭയോഃ ച കർമാനുഷ്ഠാനകർമ്മസന്യാസയോഃ സ്ഥിതിഗതിവത് പരസ്പരവിരോധാത് ഏകേന സഹ കർത്തും അശക്യത്വാത് കാലഭേദേന ച അനുഷ്ഠാനവിധാന അഭാവാത് അർത്ഥാത് ഏതയോഃ അന്യതര കർത്തവ്യതാ പ്രാപ്തൗ സത്യാം യത് പ്രശസ്യതരം ഏതയോഃ കർമാനുഷ്ഠാനകർമ്മസന്യാസയോഃ തത്കർത്തവ്യം ന ഇതരത് ഇത്യേവം മന്യമാനഃ പ്രശസ്യതര ബുഭുത്സയാ. അർജുന ഉവാച സന്യാസം കർമ്മണാം ഇത്യാദിന. അപ്പം ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ ആരംഭം അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. ആ ചോദ്യം ഇതാണ്: സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഇതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കിയാലേ ഈ ഭാഷ്യഭാഗം മനസ്സിലാവുള്ളൂ. അപ്പോൾ അർജുനൻ ചോദിക്കുന്നത് ഇതാണ്: സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഹേ കൃഷ്ണ, സകല കർമ്മങ്ങളുടെയും സന്യാസത്തെയും സന്യാസം ഉപേക്ഷ, ഒഴിവാക്കൽ. പിന്നെയോ യോഗം ച, സകല കർമ്മങ്ങളുടെയും യോഗത്തെയും അനുഷ്ഠാനത്തെയും ശംസസി, നീ ഉപദേശിക്കുന്നു. അപ്പം നീ കർമ്മസന്യാസത്തെയും ഉപദേശിക്കുന്നു, കർമാനുഷ്ഠാനത്തെയും ഉപദേശിക്കുന്നു. ഏതയോഹോ, ഇവ രണ്ടിലും വെച്ച് യശ്രേയ, യാതൊന്നാണോ ശ്രേയസ്കരം, ആർക്ക്? മേ, എനിക്ക്, തത്, അതിനെ, ബ്രൂഹി, നീ പറഞ്ഞു തരൂ. എങ്ങനെ പറഞ്ഞു തരണം? സുനിശ്ചിതം, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം. അങ്ങനെ ആവാമെന്നൊന്നും പറയരുത്. നിശ്ചയിച്ചുറപ്പിച്ച്, ഹേ അർജുന, ഇതാണ് നിനക്ക് കർത്തവ്യം എന്ന് എന്നോട് പറഞ്ഞു തരൂ, ഞാനത് ചെയ്തോളാം. എന്താ കാരണം? നോക്കൂ, സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ആ ഏകവും അദ്വിതീയവുമായ പരിപൂർണമായ സത്യത്തിൽ ജീവൻ, ഈശ്വരൻ തുടങ്ങിയ ഭേദങ്ങളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ആനന്ദ പരിപൂർണമാണ് തൻ്റെ സ്വരൂപം, സച്ചിദാനന്ദ പരിപൂർണമാണ് തൻ്റെ സ്വരൂപം. ഈ ഒരു വിജ്ഞാനത്തിൽ അവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാതിരിക്കാനുമില്ല. എന്നിരിക്കെ വിധി നിഷേധാത്മകമായ കർമ്മങ്ങൾ അവിടെ വരില്ല. സ്വാഭാവികമായി അവിടെ കർമ്മ സന്യാസം മാത്രമാണുള്ളത്. ഈ ജ്ഞാനമഹിമയാണ് ഭഗവാൻ ഉപദേശിച്ചത്. എന്നാൽ
അർജുനനോട് നീ കർമ്മം ചെയ്യൂ, നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ, നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇത് രണ്ടും കൂടി ഒന്നിച്ച് സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് അയാൾ വലിയൊരു ജ്ഞാനിയായിരുന്നു, ഒരു കർമ്മയോഗിയുമായിരുന്നു എന്നൊക്കെ പ്രകീർത്തിക്കാറുണ്ട്. രണ്ടിലൊന്ന് നിശ്ചയിക്കണം എന്നാണ് പറയേണ്ടത്. കർമ്മയോഗിയായിരുന്നോ ആണെങ്കിൽ അജ്ഞാനിയാണ്, ജ്ഞാനിയായിരുന്നോ എങ്കിൽ കർമ്മയോഗിയല്ല. രണ്ടും കൂടി സാധിക്കില്ല, ഏതെങ്കിലും ഒന്നേ പറ്റൂ. കാരണം ചിത്തശുദ്ധിയർത്ഥം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഉപാസനാ തലമാണ് കർമ്മയോഗിയുടെ തലം. അങ്ങനെ ചിത്തശുദ്ധിയിലൂടെ തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്ന ആൾ ജ്ഞാനി, വിജ്ഞാനി. അപ്പം രണ്ടും കൂടി ഒന്നിച്ച് സാധ്യമല്ല. യോഗം നല്ലതാണ്, ജ്ഞാനവും നല്ലതാണ്. ശ്രേഷ്ഠമാണ് ആത്മവിജ്ഞാനിയുടെ സാഖ്യതലം, ശ്രേഷ്ഠമാണ് കർമ്മയോഗിയുടെ യോഗതലം. പക്ഷെ രണ്ടും ഒന്നിച്ചു പറ്റില്ല. സന്യാസമാണോ കല്യാണമാണോ നല്ലത്? എന്താ മറുപടി? കല്യാണം കഴിക്കേണ്ട ആൾക്ക് കല്യാണമാണ് നല്ലത്, സന്യാസിക്കേണ്ട ആൾക്ക് സന്യാസമാണ് നല്ലത്. രണ്ടും കൂടി ഒന്നിച്ചു പറ്റില്ല. ഇന്ന് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ എൻ്റെ കല്യാണവും സന്യാസവും ഒന്നിച്ചു നടക്കുകയാണ്, അത് പറ്റില്ല. സന്യസിച്ചിട്ട് കല്യാണം കഴിക്കാം, കല്യാണം കഴിച്ചിട്ട് സന്യസിക്കാം, രണ്ടും വിരോധമില്ല. രണ്ടായാലും വിരോധമില്ല. കല്യാണം കഴിച്ചു, എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, ഞാൻ സന്യസിക്കാം. ഒരാൾ സന്യസിച്ചു, എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ലേ, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ കല്യാണം കഴിക്കാം, അയാൾക്ക് കല്യാണം കഴിക്കാം, ഒരു വിരോധമില്ല. പക്ഷെ രണ്ടും ഒന്നിച്ചു പറ്റുമോ? അത് വയ്യ. ഞാൻ ആനന്ദ സ്വരൂപനാണെന്നുള്ള അവബോധത്തിൽ ഇരിക്കുകയും എനിക്ക് സ്വർഗം കിട്ടണേ എന്നും പറഞ്ഞ് യാഗം ചെയ്യുകയും ചെയ്യുക, രണ്ടും കൂടി നടക്കുമോ? അതില്ല. യാഗം ചെയ്യണത് നല്ലതാണ്, ഒരിക്കലും മോശമല്ല. പക്ഷേ അത് ആത്മജ്ഞാന നിഷ്ഠയുടെ കൂടെ നടക്കില്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഈ രണ്ടും ഉപദേശിച്ചപ്പോൾ ഇതിലിപ്പോൾ രണ്ടിലേതാ എനിക്ക് അധികാരം? അർജുനനോട് ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കർമ്മത്തിലാണ് അധികാരമോ, യോഗമാതിഷ്ഠ, അതുകൊണ്ട് നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ, നീ ഇപ്പോൾ സന്യാസത്തിന് അധികാരി ആയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കണത്? ചോദ്യം, അർജുനൻ്റെ ഉള്ളിൽ സന്യാസമാണ് സർവശ്രേഷ്ഠം എന്നൊരു ധാരണ ഉറച്ചു പോയിട്ടുണ്ട്. അത് ഭഗവാൻ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും പറയണമല്ലോ. താൻ അതിന് അധികാരിയല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസം ഉണ്ടാവും, ഇല്ലേ? നമുക്കൊക്കെ വന്നു ചേരുന്നൊരു വിഷയം അത്. ഉള്ള പണിയെ ഉപേക്ഷിക്കും, കർമ്മമെല്ലാം ഉപേക്ഷിക്കും, എന്നാൽ ഇല്ലം വിട്ടു അമ്മാത്ത് എത്തിയിട്ടുമില്ല, ഈ ഗതികേടുണ്ടാവും. അവിടെ ഗുരുനാഥനോടോ നീ പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഗുരുനാഥനോട് തന്നെ വിരോധമാവും. ഞാൻ സന്യസിക്കാനാണ്. നീ സന്യാസത്തിന് അധികാരി ആയിട്ടില്ല. പക്ഷെ ഉള്ളിൽ സന്യാസം ശ്രേഷ്ഠമാണ് എന്ന ധാരണ ഉണ്ടാവും. അത് അർജുനൻ ഉണ്ടായിട്ടുണ്ട്. എവിടെ ഉണ്ടായിട്ടുണ്ട്? ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ എന്ന വാക്യത്തിൽ അത് സ്പഷ്ടമാണ്. ഈ ഗുരുക്കന്മാരെയൊക്കെ കൊല്ലാതെ സന്യസിക്കണതാണ് നല്ലത് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനും സന്യാസ മഹിമ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അതുകൊണ്ട് നിനക്കതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് യോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കർമ്മമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അർജുനൻ്റെ മനസ്സിനത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭഗവാനെ കൊണ്ട് നീ സന്യസിച്ചോളൂ എന്ന് പറയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാ അർജുന. നടക്കുമോ? ഇല്ല. നീ പണിയെടുക്കുന്ന തന്നെ ഭഗവാൻ പറയുള്ളൂ. അപ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, 3-ാം അധ്യായത്തിൽ പറഞ്ഞു, 4-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നിട്ടും അർജുനന് തൃപ്തിയായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് രണ്ടിലും ഇപ്പോൾ ഏതാ എനിക്ക് നല്ലത്? രണ്ടും കൂടി ഒന്നിച്ചു പറ്റില്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ രണ്ടിലും വെച്ച് എനിക്ക് ഏതാണ് ശ്രേയസ്കരം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഷ്യഭാഗം നമുക്ക് അല്പം കഴിഞ്ഞ് തുടരാം. ഓം സന്തോഷം.